ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് EET-203 മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എങ്ങനെയാണ് 2 മണിക്കൂർ കൊണ്ട് പഠിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ സിലബസ് അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 80% മാർക്കും നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഹോളായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഇതാണ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. നമുക്ക് ടോട്ടൽ 100 മാർക്സിനുള്ള ക്വസ്റ്റ്യനാണ്. 3 hours 2 hours 50 minutes നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതനുസരിച്ചാണ് നമ്മൾ എക്സാം എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെ പോയാലും 5 മൊഡ്യൂളും പഠിക്കണമെന്ന് നിർബന്ധമില്ല, 4 മൊഡ്യൂളെങ്കിലും പഠിച്ചിരിക്കണം എന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് കോഴ്സ് ഔട്ട്കംസ് നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ, മൊഡ്യൂൾ 1-ൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് മെഷർമെൻറ്റ്സ്, സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്, concept of calibration of measuring instruments, classification of electrical measuring instruments, essentials of indicating instrument and different methods of controlling torque in analog instruments, constructions working of MI instruments, അതായത് moving iron instruments, equation for the torque for MI and merits and demerits of the MI, types of damping, necessity of damping, how damping is provided in PMMC, moving coil, അങ്ങനെയാവും. കൊള്ളത്തില്ല. അപ്പോൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഡു നോട്ട് ചേഞ്ച് വാല്യൂ വിത്ത് ടൈം. അതാണ് അത്. ഫോർ എക്സാമ്പിൾ ലെങ്ത്. ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ടൈം അനുസരിച്ച് ചേഞ്ച് ചെയ്യും. അതാണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ആക്യുറസി, പ്രെസിഷൻ, സെൻസിറ്റിവിറ്റി, ലീനിയാരിറ്റി, റെസൊല്യൂഷൻ, ത്രെഷോൾഡ്, ഡ്രിഫ്റ്റ്, റേഞ്ച് ഓഫ് സ്പാൻ. ആക്യുറസി എന്ന് പറയുമ്പോൾ ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് വിത്ത് വിച്ച് റീഡിംഗ് അപ്രോക്സസ് ദ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്. അതാണ് ആക്യുറസി. ഡിഗ്രി ഓഫ് ക്ലോസ്നെസ്, അതാണ് ആക്യുറസി. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ പോയിൻ്റ് ആക്യുറസി, ആക്യുറസി ആസ് പെർസെൻറ്റേജ്, ആക്യുറസി ആസ് പെർസെൻറ്റേജ് ഓഫ് സ്കെയിൽ സ്പാൻ ആൻഡ് പെർസെൻറ്റേജ് വാല്യൂ ഓഫ് ട്രൂ വാല്യൂ. ഇങ്ങനെ നമ്മൾ 3 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പോയിൻ്റ് ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി 1 പർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് സ്കെയിലിൽ മാത്രമേ ഉള്ളൂ അത് ആക്യുറേറ്റ് ചെയ്യത്തുള്ളൂ. അത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആ ഒരു സ്കെയിലിൽ നിന്നും മറ്റൊരു സ്കെയിലിൽ നിന്നും കിട്ടത്തില്ല. ആ ഒരു പോയിൻ്റ് ഓഫ് സ്കെയിലിൽ നിന്ന് മാത്രം നമുക്ക് ആ ഒരു ആക്യുറസി കിട്ടത്തുള്ളൂ. ആക്യുറസി ആസ് പെർസെൻറ്റേജ് ഓഫ് സ്കെയിൽ സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂണിഫോം ആണ്. ഇതിനകത്ത് ഇറ്റ്സ് ആക്യുറസി മേ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് സ്കെയിൽ റേഞ്ച് അനുസരിച്ചാണ് അതിൻ്റെ ആക്യുറസി പറയുന്നത്. പെർസെൻറ്റേജ് വാല്യൂ ഓഫ് ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ അതാണ് ദ ബെസ്റ്റ് വേ ഓഫ് ടു മെഷർ ദ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രെസിഷൻ. പ്രെസിഷൻ എന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റ് ഓഫ് റിപ്പീറ്റബിലിറ്റി അല്ലെങ്കിൽ റീപ്രൊഡ്യൂസിബിലിറ്റി എന്നൊക്കെ പറയാം. That is given a fixed value of quantity. Precision is the measure of degree of agreement within a group of measurements. Example പറയുകയാണെങ്കിൽ ammeter. Ammeter possesses high degree of precision by virtue of its clearly legible finely divided distinct scale. At the same time, its zero adjustment is wrong. That is, it's precise but not accurate. Sensitivity എന്ന് പറഞ്ഞാൽ the ratio of changes in the output of an instrument to a change in the value of quantity to be measured. ഫോർ എക്സാമ്പിൾ ഒരു അമ്മീറ്റർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിഫ്ലക്ഷൻ 45 ഡിഗ്രിയിലും കറണ്ട് 5 ആംപിയറും ആണെങ്കിൽ അതിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ 45/5, അതായത് 9 ഡിഗ്രി പെർ ആംപിയർ ആകും. അതാണ്. പിന്നെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻപുട്ട് ഇഫ് ദ ഇൻപുട്ട് ഈസ് സ്ലോലി ഇൻക്രീസ്ഡ് ഫ്രം സം ആർബിട്രറി ഇൻപുട്ട് വാല്യൂ, അതായത് നോൺ സീറോ ആയിട്ടുള്ളൊരു വാല്യൂ, ഇറ്റ് വിൽ അഗെയിൻ ബി ഫൗണ്ട് that output does not change at all until a certain increment is exceeded. This increment is called resolution. The smallest measurable input change എന്നാണ് resolution എന്ന് പറയുന്നത്. Smallest measurable input change. Threshold എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if instrument input is increased gradually from 0, there will be some minimum value below which no output change can be detected. ഒരു മിനിമം വാല്യൂ ഉണ്ട്, അതിന് താഴോട്ട് എത്ര കാണിച്ചാലും നോ ഔട്ട്പുട്ട് ആണ്. ദിസ് മിനിമം വാല്യൂ ഡിഫൈൻസ് ദ ത്രെഷോൾഡ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്, സ്മോളസ്റ്റ് മെഷറബിൾ ഇൻപുട്ട്, അതാണ് ത്രെഷോൾഡ്. അടുത്തത് റേഞ്ച് ഓർ സ്പാൻ. റേഞ്ച് ഓർ സ്പാൻ എന്ന് പറയുമ്പോൾ ദ മിനിമം ഓർ മാക്സിമം ക്വാണ്ടിറ്റി ഫോർ വിച്ച് ദ ഇൻസ്ട്രുമെൻറ്റ് ഇസ് ഡിസൈൻഡ് ടു മെഷർ ഇസ് കോൾഡ് റേഞ്ച്. നെക്സ്റ്റ് ഡ്രിഫ്റ്റ് എന്ന് പറയുമ്പോൾ അൺഡിസൈറബിൾ ചേഞ്ച് ഇൻ ദ ഔട്ട്പുട്ട് ഇൻപുട്ട് റിലേഷൻഷിപ്പ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. നോട്ട് ഡ്രിഫ്റ്റ് മീൻസ്
that with the given input, the measured value do not vary with time. Linearity is the if the output and input varies in a proportional manner, S by M is linear. It is the closeness to which the curve approximates straight line. ഇതാണ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മളിത് പഠിക്കണം. ഇപ്പോൾ എക്സാമിന് നമ്മൾ ചോദിക്കുന്ന ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു ചേഞ്ച് വിത്ത് ടൈം. ഫസ്റ്റ് നമുക്ക് അത് ക്ലാസിഫൈ ചെയ്യുവാണെങ്കിൽ സ്പീഡ് ഓഫ് റെസ്പോൺസ്. സ്പീഡ് ഓഫ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റാപ്പിഡിറ്റി വിത്ത് വിച്ച് ദ മെഷർമെൻറ്റ് സിസ്റ്റം റെസ്പോൺസ് ടു ദ ചേഞ്ച് ഇൻ ദ മെഷേർഡ് ക്വാണ്ടിറ്റി. ടൈം കോൺസ്റ്റൻ്റ് അടുത്തത്. ഫസ്റ്റ് ഓർഡർ സിസ്റ്റം അനുസരിച്ചാണ് ടൈം കോൺസ്റ്റൻസ് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ സർക്യൂട്ട് ആൻഡ് നെറ്റ്വർക്കിൻ്റെ എക്സാമിനകത്തും ഇതൊക്കെ ഉള്ളതാണ്. ടൈം ടേക്കൻ ബൈ എസ് ബൈ എം ടു റീച്ച് 0.632 ടൈംസ് ടു ഇറ്റ്സ് ഫൈനൽ സിഗ്നൽ ആംപ്ലിറ്റ്യൂഡ്. Fidelity. Fidelity is the ability of the system to reproduce output in the same form as input. അതാണ് ability of the system to reproduce output in the same form as input. Dynamic error. Dynamic error എന്ന് പറഞ്ഞാൽ the difference between true value of the quantity changing with the time and a value indicated by the measurement system if no static error is assumed. ഇതിനെ measurement error എന്നും പറയും. Next is setting or response time. Time required by the instrument to settle down to its final steady state value. എടുക്കുന്ന സമയം ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂവിൽ എത്തുന്ന ആ ഒരു ടൈം തന്നെയാണ് സെറ്റിലിംഗ് ഓർ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. ഡൈനാമിക് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് ലാർജസ്റ്റ് സിഗ്നൽ ടു ദ സ്മോളസ്റ്റ് സിഗ്നൽ ടു വിച്ച് ദ സിസ്റ്റം ഈസ് സബ്ജക്റ്റഡ് ആൻഡ് എസ് ബൈ എം ക്യാൻ ഹാൻഡിൽ സാറ്റിസ്ഫാക്ടറിലി. അടുത്തതാണ് മെഷർമെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ദാറ്റ് ക്ലാസിഫിക്കേഷൻ. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് മെഷർമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ അഗ്രിമെൻറ്റിലാണ് അത് എടുക്കുന്നത്. They represent certain units of measurements to the closest possible accuracy that production and measurement technology allow. They are periodically checked and evaluated by absolute measurements in terms of fundamental units. These standards are maintained at the International Bureau of Weights and Measurements and are not available to the ordinary user of measuring. ഓർഡിനറി യൂസേഴ്സിന് ഇത് മെഷർ ചെയ്യാനായിട്ട് കിട്ടത്തില്ല. അത്രയ്ക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനമാണ്. വളരെ കൃത്യമാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ്സ്. Next, primary standards. The highest standard of either a based unit or a derived unit is called primary standards. These are maintained by national standard laboratories in different places of the world. These standardized units are quite stable, independent, invariant, not relative but finite. They again representing fundamental units and are some of the derived mechanical and electrical units and are independent, calibrated by absolute measurements at each national laboratories. The result of these measurements are compared with each other, leading to a average figure for primary standard. They are not available for the use outside national laboratories. The main function is verification and calibration of secondary standards. Secondary standards means basic reference calibrated standards designed and calibrated from primary standards used in industrial measurement laboratories maintained by industry. The responsibility for the maintenance and calibration rests entirely with the industrial laboratory itself. Secondary standards എന്ന് പറയുന്നത് generally sent to national standard laboratory on a periodic basis for the calibration and comparison against primary standards. These are then returned the user to industrial user with a certification of the measured value in terms of primary. Secondary എന്ന് പറയുന്നത് national standard ലാബിന് against first primary standard അതിനെയാണ് industrial user. Okay. Working standard. Working standard എന്ന് പറയുന്നത് have an accuracy of one order lower than that of secondary standard. സെക്കൻഡറി സ്റ്റാൻഡേർഡിനേക്കാളും കുറച്ച് താഴെയാണ്. അതിൻ്റെ പ്രിൻസിപ്പൽ ടൂൾ എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ലാബോറട്ടറിയാണ്. Principal tools of a measurement laboratory is used to check and calibrate general laboratory instruments for accuracy and perform comparison measurements in industrial applications which are used by workers and technicians who actually carry out the measurements. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് എറേഴ്സ് ഇൻ മെഷർമെൻറ്റ്സ്.
അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ ദ വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് മേ ബി ഡിഫൈൻഡ് ആസ് ദ ആവറേജ് ഓഫ് ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് മെഷേർഡ് വാല്യൂസ് വെൻ ആൻ ആവറേജ് ഡീവിയേഷൻ ഡ്യൂ ടു വേരിയസ് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ടെൻഡ്സ് ടു സീറോ. That is the value of unknown quantity obtained on making measurements with the standards and measuring instrument is its true value, though practically it is never. Static error or absolute error. The difference between the measured value am and the true value of a of unknown quantity delta is a is equal to am minus a. Relative percentage error എന്ന് പറഞ്ഞാൽ the ratio of absolute error to the true value of the quantity to be measured. അതാണ് റിലേറ്റീവ് സ്റ്റാറ്റിക് എറർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റിലേറ്റീവ് എറർ ഈസ് ഈക്വൽ ടു ആബ്സൊല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ. എപ്സിലോൺ 0 ബൈ എ. എപ്സിലോൺ 0 എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ അതായത് എ മൈനസ് എ എം എന്ന് പറയുന്നത് വെരി സ്മോൾ ആയിരിക്കും. അത് റിലേറ്റീവ് എറർ അപ്പോൾ എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ എം ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ബൈ എ എം. പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ആർ ഇൻറ്റു 100 ദാറ്റ് ഈസ് എപ്സിലോൺ 0 എ ബൈ എ എം ഇൻറ്റു 100. Limiting or guarantee error. The measured value of the unknown quantity may be more than or less than the true value of the measurement, so the manufacturers have to specify the deviations from the specified value of a particular quantity in order to enable the purchase to make proper selection of according to his requirements. The magnitude of a given quantity having a specified magnitude am and a maximum or a limiting error del plus or minus delta a must have a magnitude between the limits a is equal to am plus or minus delta a. Next, types of error. Gross error, systematic error, random error. Gross error. Gross error is due to the mistakes by observed reading or using instruments and in the recording or calculating measurement resist. നമ്മൾ ചെയ്യുന്നതിൻ്റെ കുഴപ്പം കൊണ്ടും അങ്ങനെയുള്ള നമ്മുടെ മനുഷ്യരുടെ ഹ്യൂമൻ മിസ്റ്റേക്സ് കൊണ്ട് പറ്റുന്നതാണ് ഗ്രോസ് എറേഴ്സ്. സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the errors that remain constant or change according to a definite law on a repeated measurement of a given quantity. Instrumental error, environmental error, observational error ഇങ്ങനെയുള്ള എറേഴ്സ് കൊണ്ട് പറ്റുന്നതാണ് സിസ്റ്റമാറ്റിക് എറേഴ്സ്. ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് എന്ന് പറയുമ്പോൾ errors may be due to the inherent shortcoming in the instrument, misuse of the instrument, അങ്ങനെ failure due to adjust ചെയ്യാനുള്ള കുഴപ്പമുണ്ട്, poor initial adjustment അങ്ങനെയുള്ള കുഴപ്പം കൊണ്ടാണ്. എൻവയോൺമെൻറ്റൽ എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു ദ ടെമ്പറേച്ചർ, പ്രഷർ, ഹ്യൂമിഡിറ്റി, ഡസ്റ്റ്, മാഗ്നറ്റിക് ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്സ് അങ്ങനെയുള്ളതിൻ്റെ കുഴപ്പം കൊണ്ടാണ്. ഒബ്സർവേഷണൽ എറേഴ്സ് എന്ന് പറഞ്ഞാൽ എറേഴ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഒബ്സർവർ. എക്സാമ്പിൾ പാരലാക്സ് എറർ ഡ്യൂ ടു ദ ഒബ്സർവർ നോട്ട് ഹാവിംഗ് എ ലൈൻ ഓഫ് സൈറ്റ് ഓൺ പോയിന്റർ എക്സാക്ട്ലി അറ്റ് ദ റൈറ്റ് ആംഗിൾസ് ടു ദ പ്ലെയിൻ ഓഫ് സ്കെയിൽ. Random errors or accidental errors. The errors are of variable magnitude and sign and do not maintain any known law. The presence of the random errors become evident with different results and are obtained on the repeated measurements of one and same quantity. The effect of random error is minimized by measuring the given quantity many times under the same condition and calculating the arithmetical mean of the results obtained. The source of errors എന്ന് പറയുന്നത് poor design, poor maintenance, certain design limitations, errors caused by operating persons, noise, response time, transmission. Transmission എന്ന് പറയുമ്പോൾ during transmission signals may get attenuated. Next, calibration of meters. Calibration of meter എന്നകത്ത് പെടുന്നത് particular instrument with either primary standard, secondary standard, instrument of unknown accuracy അങ്ങനെയുള്ളിടത്തൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് കാലിബ്രേഷൻ ഓഫ് അമ്മീറ്റർ വിത്ത് വാട്ട് മീറ്റർ, വോൾട്ട് മീറ്റർ, അമ്മീറ്റർ അങ്ങനെയുള്ളതിനായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പഠിക്കാനുള്ളത് കാലിബ്രേഷൻ ഓഫ് അമ്മീറ്റർ യൂസിങ് പൊട്ടൻഷ്യോമീറ്റർ. അതിൻ്റെ ഡയഗ്രമാണിത്. കാലിബ്രേഷൻ ഓഫ് അമ്മീറ്റർ വിത്ത് പൊട്ടൻഷ്യോമീറ്റർ. അത് നമ്മൾ പഠിക്കണം എന്തൊക്കെയാണ് ഡയഗ്രത്തിലുള്ളതെന്ന്. ഫസ്റ്റ് സ്റ്റെബിലൈസ്ഡ് DC സോഴ്സ്, കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്. അമ്മീറ്ററിന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് 2 റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. 3 റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. 2 റെസിസ്റ്റൻസ് പാരലൽ വിത്ത് 1 റെസിസ്റ്റൻസ്. സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ആണ് അമ്മീറ്ററിന് സീരീസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മറ്റേത് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റിന് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡയഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കി എഴുതാവുന്നതേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. എന്താണ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ അമ്മീറ്ററുമായിട്ട് സീരീസ് ആയിട്ടാണ് വെച്ചേക്കുന്നത്.
വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് എസ് മെഷേർഡ് വിത്ത് ഹെൽപ്പ് ഓഫ് പൊട്ടൻഷ്യോമീറ്റർ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ എഴുതാവുന്ന കാര്യമുള്ളൂ. ഇപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ്സ്, മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അത് പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കലിനെ ആബ്സല്യൂട്ടും സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡറിനെ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അനലോഗ് ആൻഡ് ഡിജിറ്റൽ. അനലോഗിനെ പിന്നെ ഡിഫ്ലക്റ്റിംഗ് ആൻഡ് നൾ. ഡിഫ്ലക്റ്റിങ്ങിനെ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്, ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്സാമിന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റും സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റുമാണ്. ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെഷറിങ് ക്വാണ്ടിറ്റീസ് തരും. റിഗാർഡിങ് ഫിസിക്കൽ കോൺസ്റ്റൻറ്റ് അനുസരിച്ച് അത് മെഷറിങ് ക്വാണ്ടിറ്റീസ് തരും. ഫിസിക്കൽ കോൺസ്റ്റൻറ്റ് മീൻസ് ദ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ, ഡിഗ്രി ആൻഡ് മീറ്റർ കോൺസ്റ്റൻറ്റ്. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് വേണ്ട വരും ഫോർ നോയിങ് ദ വാല്യൂ ഓഫ് ഫിസിക്കൽ കോൺസ്റ്റൻറ്റ്. ദ ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ ആണ് അതിന് എക്സാമ്പിൾ. സെക്കൻഡറി ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിഫ്ലക്ഷൻ ഷോസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മെഷറബിൾ ക്വാണ്ടിറ്റീസ്. The calibration of the instrument with the standard instruments is essential for the measurement. The output of this type of device is directly obtained and now mathematical calculation requires for knowing their value. Secondary ഇൻസ്ട്രുമെൻറ്റിന് മാത്തമാറ്റിക് കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല. ആബ്സല്യൂട്ടിനകത്ത് മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ആവശ്യമുണ്ട്. സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ് ഡിഫ്ലക്ഷൻ ഷോസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മെഷറബിൾ ക്വാണ്ടിറ്റീസ്. ആബ്സല്യൂട്ടിനകത്ത് ഫിസിക്കൽ കോൺസ്റ്റൻ്റ് അനുസരിച്ചാണ് അത് കാണിക്കുന്നത്. പിന്നെ നമുക്ക് ഇതൊന്നും അങ്ങനെ എക്സാമിന് ചോദിച്ചിട്ടില്ല. പിന്നെ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫ്ലക്ഷൻ ടൈപ്പ് ഡിവൈഡ് ചെയ്യുന്ന ഇൻഡിക്കേറ്റിംഗ്, ഇൻ്റഗ്രേറ്റിംഗ്, റെക്കോർഡിംഗ്. ഇൻഡിക്കേറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾ വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, പവർ ഫാക്ടർ മീറ്റർ. അത് ടു ഇൻഡിക്കേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മെഷേർഡ് ക്വാണ്ടിറ്റി. മെഷേർഡ് ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് അറിയാൻ വേണ്ടിയാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് മെഷേഴ്സ് ദ ടോട്ടൽ എനർജി സപ്ലൈഡ് അറ്റ് എ പർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈം. ഒരു സർട്ടൺ ഇൻ്റർവൽ ഓഫ് ടൈമിൽ കാണിക്കുന്ന ടോട്ടൽ എനർജി സപ്ലൈഡ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ വാട്ട് അവർ മീറ്റർ, എനർജി മീറ്റർ ആർ ദ എക്സാമ്പിൾസ്. റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ദാറ്റ് റെക്കോർഡ്സ് ദ സർക്യൂട്ട് കണ്ടീഷൻ അറ്റ് എ പർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈം. ഒരു പർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈമിൽ സർക്യൂട്ട് കണ്ടീഷൻ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ്. എക്സാമ്പിൾ the moving system of a recording instrument carries a pen which lightly touches on the paper sheet. The movement of the coil is traced on the paper sheet. The curve drawn on the paper shows the variation in the measurement of electrical quantities. The response time of the electronic instrument is very high as compared to the electrical and mechanical devices. ഇതാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. Explain the essentials of the indicating instruments or the operating forces. ചോദിച്ചു കഴിഞ്ഞാൽ 2-3 ടോർക്സ് ആണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് നമ്മളവിടെ പറഞ്ഞല്ലോ. ചില ഇൻസ്ട്രുമെൻറ്റിന് പോയിൻ്ററിൻ്റെ ആവശ്യമുണ്ട് കാലിബ്രേറ്റഡ് സ്കെയിലിലൂടെ മൂവ് ചെയ്യാൻ വേണ്ടി. ഫോർ ദ മൂവിങ് സിസ്റ്റം ഓഫ് എൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് 3 ടോർക്കാണുള്ളത്. ഈ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ മൂവിങ് സിസ്റ്റത്തിന് 3 ടോർക്കാണുള്ളത്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് TD എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കൺട്രോളിംഗ് ടോർക്ക് TC. പിന്നെ സ്പ്രിങ് കൺട്രോൾ അതിനെ കൺട്രോളിംഗ് ടോർക്കിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് സ്പ്രിങ് കൺട്രോളും ഗ്രാവിറ്റി കൺട്രോളും. പിന്നെ ഡാമ്പിംഗ് ടോർക്ക്. ഇത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുമ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാഗ്നറ്റിക് എഫക്റ്റ്, ഇലക്ട്രോസ്റ്റാറ്റിക്, ഇലക്ട്രോഡൈനാമിക്സ്, തെർമൽ, ഇൻഡക്റ്റീവ് ഇതുപോലുള്ള എഫക്ട്സിനെ യൂട്ടിലൈസ് ചെയ്ത് ആണ്. ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം ഇലക്ട്രിക് കറൻറ്റ് അല്ലെങ്കിൽ പൊട്ടൻഷ്യലിനെ മെക്കാനിക്കൽ ഫോഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഫോഴ്സിനെയാണ് ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം അങ്ങനെ ഒരു പ്രൈം മൂവറായിട്ട് മാറുവാണ്. അത് ആണ് ഡിഫ്ലക്ഷൻ ഓഫ് പോയിൻ്ററിന് കാരണമാവുന്നത്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് മൂവിങ് സിസ്റ്റത്തിനെ 0 പൊസിഷനിൽ നിന്നും മൂവ് ചെയ്ത്
സീറോ പൊസിഷനിൽ നിന്ന് ഡിഫ്ലക്റ്റ് ചെയ്ത് മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേർ ഇൻസ്ട്രുമെൻറ്റ് ഇസ് ഡിസ്കണക്റ്റഡ് ഫ്രം ദ സപ്ലൈ, അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെയാണ്. കൺട്രോളിങ് ടോർക്ക് എന്ന് പറയുന്നത് TC. This force is required in order that current produces deflection of pointer proportional to its magnitude. This torque phases the deflecting torque and increases with the deflection of moving system. The pointer moves on its rest position when these two opposing torques are equal. Another function of controlling system is to bring the moving system back to zero when the force causing the moving system to deflect is removed. During the absence of a restoring torque, the pointer does not return to its zero position when the supply is removed from the instrument. കൺട്രോളിംഗ് ടോർക്കിനെ ബാലൻസിങ് ടോർക്ക് എന്നും പറയാം. അത് രണ്ട് മെത്തേഡ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്പ്രിങ് കൺട്രോൾ. സ്പ്രിങ് കൺട്രോളിൻ്റെ ഡയഗ്രാം പഠിക്കണം. അതിൻ്റെ അകത്ത് ഉള്ളൊരു ഫോർമുല എന്ന് പറയുന്നത് TC = K∅ എന്നുള്ളതാണ്. ഈ ഒരു പാരാഗ്രാഫിനകത്ത് പറയുന്ന സാധനം ഈ ഡയഗ്രാം വരച്ചാൽ നമുക്കതിൽ നിന്ന് എഴുതാവുന്നതേ ഉള്ളൂ. ഒരു യൂണിഫോം സ്കെയിലിൽ പോയിൻ്റർ നിൽക്കുന്നു, അതിൻ്റെ ഓപ്പോസിറ്റിൽ ബാലൻസ് വെയിറ്റ്, രണ്ടിടത്ത് കൺട്രോൾ സ്പ്രിങ്സ് AB, നിൽക്കുന്നത് സ്പിൻഡിലേലാണ്, S എന്ന് പറയുന്ന സ്പിൻഡിലേലാണ്. മുകളിലും താഴെയും നോർത്ത് പോൾസിൽ ജൂൾഡ് ബിയറിങ്സ് ഉണ്ട്. അതാണ് ഈ ഇതിൽ പറയുന്നത്. കൺട്രോൾ സ്പ്രിങ് ഫോസ്ഫർ ബ്രോൺസ് കൊണ്ടാണ് ചെയ്യുന്നത്. The spring is attached to the moving system. When pointer moves, spring is twisted in opposite direction. Pointer മൂവ് ചെയ്യുമ്പം സ്പ്രിങ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകും. പിന്നെന്താ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ആംഗിൾ ഓഫ് TC. കൺട്രോളിങ് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ തീറ്റ, ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. അതാണ് പറയുന്നത്. ഗ്രാവിറ്റി കൺട്രോളും അതുപോലെ തന്നെയാണ്. അതിനുമുണ്ട് സ്കെയിലും ബാലൻസ് വെയ്റ്റും ഓക്കെ. പിന്നെ ഒരു പിവറ്റഡ് സ്പിൻഡിൽ കൺട്രോൾ വെയിറ്റ് താഴെയാണ്. ഈ പിക്ചറൊക്കെ പഠിക്കുവാണെങ്കിൽ നമുക്ക് ഇത് എഴുതാം. ഇതിനകത്ത് TC = ωL sin θ എന്നാണ്. θ is the pointer deflected through angle θ. കാണാം, പോയിൻ്റർ അറ്റ് സീറോ പൊസിഷൻ. ഓക്കെ. ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫോഴ്സ് ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ആക്ട്സ് ഓൺ ദ മൂവിങ് സിസ്റ്റം ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് വെൻ ഇറ്റ് സ്റ്റാർട്ട് moves and it opposes its motion. This damping force is necessary for the instrument to bring the pointer on a rest position because of the pointer takes some time to move from its rest position. If the damping force is increased, it will make the instrument very slow. The damping force is produced by air frictions, eddy currents and fluid frictions. Air friction damping. In this type of damping, a light aluminum piston is attached to the spindle which carries the pointer, and the pointer produces a minor move in it. However, the air on the piston removes the bend on the pointer to move easily on its finally deflected position. എയർ ഫ്രിക്ഷൻ്റെ നമുക്ക് ഈ ഒരു പിക്ചർ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് എഴുതാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഒരു സ്പിൻഡിൽ ഒരു എയർ ചേമ്പർ, അതിൻ്റെ നടുക്ക് പിസ്റ്റൺ, പോയിൻ്റർ, സ്കെയില്. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിൽ ഒരു പാത്രം വരയ്ക്കുക, അതിനകത്തൊരു വെയിൻ ഡിസ്ക്, മുകളിലോട്ടൊരു സ്പിൻഡിൽ പോകുന്നു, ഡാമ്പിങ് ഓയിലാണത്. നമുക്കത് എഴുതാവുന്നതേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് എഡി കറണ്ട് ഡാമ്പിങ് എന്ന് പറയുമ്പോൾ അതിനുണ്ടൊരു പോയിൻ്റർ, സ്പിൻഡിൽ, ഡാമ്പിങ് ഡിസ്ക്, ഡാമ്പിങ് മാഗ്നറ്റ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അമ്മീറ്റർ, വോൾട്ട്മീറ്റർ. അമ്മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. കറണ്ട് ഈസ് ടു ബി മെഷർ ചെയ്യാൻ വേണ്ടി. പവർ ലോസ് എന്ന് പറയുന്നത് I²R. അമ്മീറ്റർ ഷുഡ് ഹാവ് എ ലോ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആയിരിക്കും. സോ സ്മോൾ വോൾട്ടേജ് ഡ്രോപ്പേ ഉള്ളൂ. സോ അബ്സോർബ്സ് സ്മോൾ പവർ. വോൾട്ട്മീറ്റർ കണക്റ്റഡ് ഇൻ പാരൽ. വോൾട്ടേജ് ടു ബി മെഷേർഡ്. പവർ ലോസ് V²R. Voltmeter should have high resistance so that current drawn by them is small and power consumed is small. Moving coil instruments is very important. PMMC ഇൻസ്ട്രുമെൻറ്റും ഡൈനാമോമീറ്റർ ടൈപ്പ് മൂവിങ് കോയിലും രണ്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ആണുള്ളത്. PMMC എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ. അതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ പഠിക്കണം. കൺസ്ട്രക്ഷൻ ചെയ്ത് ഈ പിക്ചറാണ്. അതിനകത്തൊരു പോയിൻ്റർ, പിന്നെ ഒരു സ്കെയില്, മുകളിൽ മുകളിലും താഴെയും രണ്ട് സ്പ്രിങ്, മുകളിൽ തന്നെ അപ്പർ കൺട്രോൾ സ്പ്രിങ്, താഴെ തന്നെ ലോവർ കൺട്രോൾ സ്പ്രിങ്, നോർത്തിലും സൗത്തിലും പെർമനൻറ്റ് മാഗ്നറ്റ്സ്, അലുമിനിയം ഫോർമറാണ്, അതിൻ്റെ നടുക്ക് ഒരു സോഫ്റ്റ് അയൺ കോറ്. ഇത്രയാണ് പാർട്സ് ചോദിക്കുമ്പോൾ കമ്പോണൻസ് എഴുതി വെക്കാൻ പറ്റും. അത് ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ മൂവിങ് കോയിൽ കോപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
with many turns on the rectangular aluminum former. Aluminum former കാണാമല്ലോ. This aluminum former is pivoted on the jeweled bearing. The coil can move freely in the magnetic field produced by the permanent magnet system. The current or voltage to be measured is passed through the coil. The coil experiences a force and provides necessary deflection. മാഗ്നറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യു ഷേപ്ഡ് പെർമനൻറ്റ് മാഗ്നറ്റ് ആണ്. അൽക്കോമാക്സ് അല്ലെങ്കിൽ അൽനിക്കോ എന്ന് പറയുന്നതാണ് കൂടുതലും PMMC ഇൻസ്ട്രുമെൻറ്റ്സിന് ഉപയോഗിക്കുന്ന മാഗ്നറ്റ് സിസ്റ്റം. ഹൈ കൊയേഴ്സീവ് ഫോഴ്സ് ആണ്. പ്രൊഡ്യൂസ് ഫീൽഡ് ഓഫ് ഓർഡർ 0.1 to 1 വെബർ പെർ മീറ്റർ സ്ക്വയർ. കൺട്രോൾ സ്പ്രിംഗ് ആണ് ഉപയോഗിക്കുന്നത്, 2 കൺട്രോൾ സ്പ്രിങ്. ഡാമ്പിംഗ് ടോർക്കാണ്, അതാണ് മൂവ്മെൻറ്റ് ഓഫ് അലുമിനിയം ഫോർമറിനെ സഹായിക്കുന്നത്. ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഓഫ് അലുമിനിയം ഫോർമർ ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ്, അതാണ് എഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വിച്ച് ഒപ്പോസസ് ദ മോഷൻസ് ദെയർബൈ ഡ്യൂറിങ്. അങ്ങനെയാണ് ഡാമ്പിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ ചോദിക്കും. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ DC supply is given to the moving coil. DC current flows through it. When current carrying coil is kept in the magnetic field, it experiences a force. This force produces torque and former rotates. Pointer attached with a spindle, former rotates, pointer moves over a calibrated scale. When polarity reversed torque produced in opposite direction and mechanical stopper doesn't allow deflection in opposite direction, therefore polarity should be maintained. If AC is supplied, reversing torque is produced. This cannot produce continuous deflection, therefore cannot be used in AC. AC-യിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതൊരു ഡിമെറിറ്റ് ആണ്. ടോർക്ക് എന്ന് പറയുമ്പോൾ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഫസ്റ്റ് എഴുതി വെക്കണം. F is equal to NBI-L sin theta. ബിനിൽ എഴുതാൻ പറ്റുമോ? N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ്, B എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഡെൻസിറ്റി, L-ഉം B എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലെങ്ത് ഓഫ് സൈഡ്, I എന്ന് പറഞ്ഞാൽ കറൻറ്റ്. ഫീൽഡ് റേഡിയൽ ആണ്, സോ തീറ്റ ഈക്വൽ ടു 90. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ 90 ആണ്. സൈൻ 90 എന്ന് പറഞ്ഞാൽ 1, അപ്പോൾ NBIL എന്നാവും. TD ഈസ് ഈക്വൽ ടു, അതായത് ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് FS ആണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ B ആണ്, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ NBIA. TD ഈസ് പ്രൊപ്പോർഷണൽ ടു I, അപ്പോൾ നമ്മളൊരു കോൺസ്റ്റൻ്റ് ഇട്ട് കൊടുക്കുന്നതാണ് G. സോ TD ഈസ് ഈക്വൽ ടു GI. കൺട്രോളിങ് ടോർക്കിനൊരു നേരത്തെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, TC ഈസ് ഈക്വൽ ടു K തീറ്റ. രണ്ടും കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ K ഈസ് ഈക്വൽ ടു സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്, TD ഈസ് ഈക്വൽ ടു TC ആണെങ്കിൽ GI ഈസ് ഈക്വൽ ടു K തീറ്റ ആയിട്ട് വരും. തീറ്റ ഈസ് ഈക്വൽ ടു G/K ഇൻറ്റു I. സോ deflection, angle of deflection is directly proportional to the current passing through the meter scale is uniform. Next, errors in PMMC. PMMCയിലെ errors എന്ന് പറഞ്ഞാൽ frictional error, temperature error, errors due to the weakening of magnet due to the aging, stray magnetic field, അതൊക്കെയാണ്. അഡ്വാൻറ്റേജസ് ഓഫ് PMMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ കൺസംഷൻ ലോ ആണ്, ഹൈ ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ, മൾട്ടിപ്പിൾ അഡ്വാൻറ്റേജസ് ഉണ്ട്, അത് നമുക്ക് വായിച്ച് നോക്കാം. ഡാമ്പിംഗ് എഫക്റ്റീവ് ആണ്, റിലയബിൾ, നോ ഹിസ്റ്ററിസിസ് ലോസ് ബിക്കോസ് ഓഫ് AL ഫോർമർ, അലുമിനിയം ഫോർമർ. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC-യിൽ മെഷർ ചെയ്യാൻ പറ്റത്തില്ല, കോസ്റ്റ് വളരെ ഹൈ ആണ്, ഏജിങ് ഓഫ് മാഗ്നറ്റ്സ് എറർ, അതൊരു എററാണ്. ഫ്രിക്ഷൻ എറേഴ്സ് ഉണ്ടാകും, ഫ്രിക്ഷൻ ആൻഡ് ടെമ്പറേച്ചർ എറർ ഉണ്ടാകും, അതാണ്. അങ്ങനെ AC ഇല്ലാത്തതാണ് PMMCയുടെ കുഴപ്പം. അപ്പോഴാണ് ഡൈനാമോമീറ്റർ ടൈപ്പ് മൂവിങ് കോയിൽ വന്നത്. AC മെഷർ ചെയ്യാം, DC മെഷർ ചെയ്യാം. അതിൻ്റെ ഡയഗ്രാമാണിത്. 2 ഫിക്സഡ് കോയിൽ, നടുക്കൊരു മൂവിങ് കോയിലിൽ ഒരു പോയിൻ്റർ സ്കെയില്, ഗ്രാജുവേറ്റഡ് സ്കെയില്. ഇതാണ് അതിൻ്റെ ആംഗിൾ ഓഫ് തീറ്റ കാണാമല്ലോ, ആ സംഭവമാണ് ഈ പാരഗ്രാഫ് പറയുന്നത്. ഫിക്സഡ് കോയിൽ, കറണ്ട് കോയിൽ, മൂവിങ് കോയിൽ, പൊട്ടൻഷ്യോമീറ്റർ കോയിൽ എന്ന് പറയുന്നത് എയർ കോർഡ് കോയിലാണ്. കറണ്ട് ക്യാരിയിങ് കോയിലുണ്ട്, സ്പ്രിംഗ് കൺട്രോൾ ഉണ്ട് ഇതിനകത്ത്, എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സിസ്റ്റം ഈസ് ഫ്രീ ഫ്രം ഹിസ്റ്ററിസിസ്, പിന്നെ എഡി കറണ്ട് എററിൽ നിന്നും ഫ്രീ ആണ്. എയർ കോർ ഉണ്ട്, ഡാമ്പിംഗ് എഫക്റ്റീവ് ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് കോസ്റ്റ് ആണ്,
higher power consumption, lower torque to weight ratio, non-uniform scales. MI ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുമ്പോൾ അതും AC/DC ഉപയോഗിക്കാം. ഇവിടെ എന്ത് PMMCയും ഡൈനാമോമീറ്റർ ടൈപ്പും നല്ല സെയിം ആണ് ഏകദേശം. കാരണം PMMCക്കകത്ത് പെർമനൻറ്റ് മാഗ്നറ്റ് ഉപയോഗിച്ചു, നമ്മളിവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് ആണ് ഉപയോഗിക്കുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ് അതാണ് AC-ക്കും DC-ക്കും ഉപയോഗിക്കുന്നത്. 2 ടൈപ്പ് ഉണ്ട്, അട്രാക്ഷൻ ടൈപ്പും റിപ്പൾഷൻ ടൈപ്പായിട്ടും. ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് അയൺ പീസ് കറണ്ട് ക്വാരിങ് കോയിലിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചാൽ അത് മാഗ്നറ്റൈസ്ഡ് ആവും, അത് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, അത് അതിനകത്ത് ഡിഫ്ലക്ഷൻ സ്കെയിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. അതാണ്. അട്രാക്ഷൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയഗ്രാമാണിത്. കോയിൽ എയർ ഡാമ്പിങ് ചേംബർ, നടുക്ക് പിസ്റ്റൺ, അത് കാണിച്ചിട്ടില്ല. പോയിൻ്റർ, സ്കെയിൽ, ബാലൻസ് വെയിറ്റ്. നമ്മൾ ഈ പിക്ചർ പഠിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഒരുവിധം നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് റിപ്പൾഷൻ ടൈപ്പിൻ്റെത്. 2 അയൺ വെയിൻസ് ഉണ്ട്, ഒന്ന് ഫിക്സഡും മറ്റേത് മൂവബിളും. കറണ്ട് പാസ് ചെയ്യുമ്പോൾ രണ്ടും വെയിൻസും മാഗ്നറ്റൈസ് ആകും. അങ്ങനെ ഒരു ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ അവിടെ 2 വെയിൻസും തമ്മിലുണ്ടാകും. മൂവബിൾ വെയിന് സ്പിൻഡിലുമായിട്ടാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അങ്ങനെ which carries the pointer will move away from the fixed vein, resulting in the deflection of pointer. കൺട്രോളിങ് ടോർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്പ്രിങ് ഓർ ഗ്രാവിറ്റിയാണ്. എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടോർക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് ടോർക്ക് ഇക്വേഷൻ ചോദിക്കുന്നതാണ്. മെക്കാനിക്കൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് വർക്ക് ഈസ് ഈക്വൽ ടു ടോർക്ക് ഇൻറ്റു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ടോർക്ക് എന്ന് പറയുന്നത് ഇവിടെ ഡാമ്പിങ് ടോർക്കാണ്, TD നാണ്. അപ്പോൾ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് d θ, സ്മോൾ ഡിഫ്ലക്ഷൻ d θ, TD ഇൻറ്റു d θ ആണ്. Let I be the initial current, L be the instrument inductance, and theta is the deflection. If the current increases by dl, then it causes the change in deflection d θ and inductance by dl. E is equal to d phi by dt, d by dt of Li, I into dl by dt plus L into di by dt. And electrical energy supplied is EL dt equal to I square dl plus IL di. അങ്ങനെ നമ്മൾ ഇക്വേഷൻ നമ്മൾ പഠിക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അവസാനം ഡിഫ്ലക്ഷൻ തീറ്റ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു I സ്ക്വയർ ബൈ K ഇൻറ്റു DL ബൈ d θ എന്ന് കിട്ടും. 2 ടൈപ്പ് ഓഫ് എറേഴ്സ് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിലുണ്ട്. എറേഴ്സ് വിത്ത് ബോത്ത് AC ആൻഡ് DC ആൻഡ് ഓൺലി വിത്ത് AC. അതും പഠിക്കണം. എറേഴ്സ് ഡ്യൂ ടു ഹിസ്റ്ററസിസ്, എറേഴ്സ് ഡ്യൂ ടു സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ്സ്, എറേഴ്സ് ഡ്യൂ ടു ടെമ്പറേച്ചർ. എറേഴ്സ് വിത്ത് AC എന്ന് പറയുന്നത് എറേഴ്സ് ഇൻ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഫ്രീക്വൻസിയാണ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ് ചീപ്പാണ്, റോബസ്റ്റ് ആണ്, സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ, AC-യിലും DC-യിലും ഉപയോഗിക്കാം, റീസണബിളി ആക്യുറേറ്റ് ആണ്, ഹൈ ഓപ്പറേറ്റിംഗ് ടോർക്കാണ്, ഇറ്റ് സ്റ്റാൻഡ് ഓവർലോഡ് മൊമെൻ്ററിലി. ഡിസഡ്വാൻറ്റേജസ് നോൺ യൂണിഫോം സ്കെയിലിൽ ആണ്, ഇറ്റ്സ് നോട്ട് വെരി സെൻസിറ്റീവ്, പവർ കൺസപ്ഷൻ ഇസ് ഹൈ, എറേഴ്സ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഫ്രീക്വൻസി, ഹിസ്റ്ററസിസ്, സ്ട്രേ ഫീൽഡ്സ് ആൻഡ് ടെമ്പറേച്ചർ എറേഴ്സ്. പിന്നെ എക്സ്റ്റൻഷൻ ഓഫ് റേഞ്ചസ്, അത് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അമ്മീറ്റർ കണക്റ്റഡ് ഇൻ സീരീസ് അല്ല, അമ്മീറ്ററും ഷണ്ടും സീരീസ് ആയിട്ടല്ല. മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് ഹാസ് എ കോയിൽ wound with a very fine wire. It can carry only few mega ohm safely to give full scale deflection. For measuring higher current, a low resistance is connected in parallel to the instrument. ഒരു ലോ റെസിസ്റ്റൻസ് RSH എന്ന് പറയുന്നത് പാരലായിട്ട് കണക്ട് ചെയ്തേക്കുവാണ്, അതിനെയാണ് ഷണ്ട് എന്ന് പറയുന്നത്. RSH കണക്റ്റഡ് ഇൻ പാരൽ വിത്ത് എ ബേസിക് മീറ്റർ. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ISH ഇൻറ്റു RSH ഈക്വൽ ടു IM ഇൻറ്റു RM. അങ്ങനെ അവിടെ നിന്ന് RSH ഇസ് ഈക്വൽ ടു IM ബൈ I മൈനസ് IM ഇൻറ്റു RM എന്നൊരു ഇക്വേഷൻ കിട്ടുന്നു. അങ്ങനെ ഒരു മൾട്ടിപ്ലൈയിങ് പവർ ഓഫ് ഷണ്ട് അതിൻ്റെ റേഷ്യോയിൽ നിന്ന് കിട്ടുന്നുണ്ട്. M ഇസ് ഈക്വൽ ടു I ബൈ IM, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് RM ബൈ RSH. RSH ഇസ് ഈക്വൽ ടു RM ബൈ M മൈനസ് 1. വോൾട്ടേജ് മൾട്ടിപ്ലയർ
Voltage multiplier for measuring higher voltage. Or high resistance is connected in series with the instrument to limit the current in the coil to a safe value. The value of current should never exceed the current required to produce full-scale deflection. The high resistance connected in series with the instrument is called multiplier. RSC is the multiplier. The value of multiplier required to extend the voltage range is called under RS is equal to ഇതെല്ലാം നമുക്ക് പഠിച്ചിട്ടുണ്ട്. വി ഇസ് ഈക്വൽ ടു ഐ എം ആർ എം, വി ഇസ് ഈക്വൽ ടു ഐ എം ഇൻറ്റു ആർ എം പ്ലസ് ആർ എസ്. അങ്ങനെ എം എന്ന് പറയുന്നത് മൾട്ടിപ്ലൈയിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ആർ എസ് ബൈ ആർ എം എന്ന് കിട്ടും. ആർ എസ് എന്ന് പറയുന്ന മൾട്ടിപ്ലയർ റെസിസ്റ്റൻസ്. ആർ എസ് ഇസ് ഈക്വൽ ടു എം മൈനസ് 1 ഇൻറ്റു ആർ എം. റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് should not vary with time. RSH temperature coefficient of shunt and meter should be low. Shunt is made of manganese alloy of copper, nickel, manganese. RSH should carry current without excessive. ഇതാണ് മൊഡ്യൂൾ 1. മൊഡ്യൂൾ 2-ൽ നമുക്ക് പഠിക്കാനുള്ളത് മെഷർമെൻറ്റ് ഓഫ് പവർ, മെഷർമെൻറ്റ് ഓഫ് എനർജി, ഡിജിറ്റൽ എനർജി മീറ്റർ അതായത് TOD, സ്മാർട്ട് മീറ്ററിംഗ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ മാത്രം, CT/PT, എക്സ്റ്റൻഷൻ ഓഫ് റേഞ്ച് യൂസിങ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ്, ഹോൾ എഫക്റ്റ് മൾട്ടിപ്ലയർ. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതാണ് സിലബസ്. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, ഫേസ് ആംഗിൾ ഓഫ് കറണ്ട് ട്രാൻസ്ഫോമർ, അതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട്, ഫേസർ ഡയഗ്രാം, ഇതൊക്കെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ, ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൺസ്ട്രക്ഷൻ ഓപ്പറേഷൻ, എക്സ്റ്റൻഷൻ ഓഫ് റേഞ്ച് ഓഫ് മീറ്റേഴ്സ്, ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇലക്ട്രോ ഡൈനാമോമീറ്റർ വാട്ട് മീറ്റർ പഠിക്കാം. ഇലക്ട്രോ ഡൈനാമോമീറ്റർ വാട്ട് മീറ്റർ എന്ന് പറയുമ്പോൾ it is based on the theory of current carrying conductor experiences its magnetic force when it is placed in a magnetic field. Hence there will be a deflection of pointer that took place due to the mechanical force. ഇതാണ് അതിൻ്റെ ഒരു ലോഡുണ്ട്, സീരീസ് റെസിസ്റ്റർ, സപ്ലൈ വോൾട്ടേജ്, ഫിക്സഡ് കോയിൽ, 2 ഫിക്സഡ് കോയിൽ, മൂവിങ് കോയിൽ, പോയിൻറ്റർ. നമ്മളിത് നേരത്തെ വേറൊരു സ്റ്റൈലിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. Fixed coil is used to carry the current and connected in series with the load in any circuit. The moving coil carries the current directly proportional to the voltage and connected across voltage. The value of current limited to a minimum value of due to large non-inductive resistance connected in series. Construction details. Fixed coil എന്ന് പറഞ്ഞാൽ connected in series. Moving which is considered as current coil. To make construction easy and simple, it is divided into 2 parts to produce a uniform electric field which is very essential for working. Moving coil എന്ന് പറഞ്ഞാൽ pressure coil connected in parallel with the supply voltage. So current flows directly proportional to supply voltage. A pointer is mounted on the moving coil with the help of the spring to control the movement. The temperature increases when current flows through the coil. So in order to control the flow of current, resistor is connected in series with the moving coil. Control. Spring control ആണ് ഉപയോഗിക്കുന്നത്. Controlling torque produce ചെയ്യുന്നു. Damping എന്ന് പറഞ്ഞാൽ the effect which reduces the pointer movement is called damping. Air friction damping ആണ് used. Scales എന്ന് പറഞ്ഞാൽ scales and pointers ഉണ്ട്. Working എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the electro dynamometer watt meter has 2 coils, fixed moving, fixed സീരീസും മറ്റേത് മൂവിങ് കറണ്ട് കോയിലല്ല, ഫിക്സഡ് കോയിൽ കറണ്ട് കോയിലും മറ്റേ പ്രഷർ കോയിലുമാണ്. സപ്ലൈ വോൾട്ടേജ് സപ്ലൈ ടു മൂവിങ് കോയിൽ, അത് പറഞ്ഞല്ലോ. ടോർക്ക് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡയഗ്രം നമ്മൾ പഠിക്കണം. Φ1 is equal to L1I1 plus MI2. Φ2 is equal to L2I2 plus MI1. ഇതൊക്കെ നമ്മൾ കപ്ലിംഗ് സർക്യൂട്ടിലും പഠിച്ചിട്ടുണ്ട്. E1 is equal to d∅1 by dt. E2 is equal to d∅2 by dt. ഇലക്ട്രിക്കൽ ഇൻപുട്ട് എനർജി എന്ന് പറഞ്ഞാൽ E1I1 dt പ്ലസ് E2I2 dt. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവസാനം ആൻസർ വരുമ്പോൾ ഈ കിടക്കുന്ന ഇക്വേഷൻ വരും 2.15.1. എനർജി സ്റ്റോർഡ് എന്ന് പറഞ്ഞാൽ ½ Li² ആണ്. അതനുസരിച്ചാണെങ്കിൽ എല്ലാത്തിനും ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ½ L1I1² പ്ലസ് ½ L2I2² plus I2M. Change in the stored energy is equal to D into ½ L1I1² plus ½ L2I2² plus I2M. That is equal to ഈ കിടക്കുന്ന equation. From the principle of conservation of energy, energy input is equal to energy stored plus mechanical energy. മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് അപ്പോൾ എനർജി ഇൻപുട്ട് മൈനസ് എനർജി സ്റ്റോർഡ്. മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ്. സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ L1 and L2 ആണ്, കോൺസ്റ്റൻസ്.
dl1 and dl2 are zeros. Mechanical energy is അപ്പോൾ I1 I2 dm എന്ന് വരും. Mechanical energy equal to mechanical work done ആണ്. So ti d theta, ti എന്ന് പറഞ്ഞാൽ instantaneous deflecting torque. I1 I2 dm is equal to ti d theta, ti equal to I1 I2 dm by d theta. This is the expression for the instantaneous deflecting torque. Let us see its operation on AC and DC. DC operation. For DC currents I1 and I2, Td is equal to I1 I2 dm by d theta. Controlling torque എന്ന് പറയുമ്പോൾ Tc is equal to k theta. So Td equal to Tc. അപ്പോൾ theta is equal to I1 I2 by k into dm by d theta എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടും. Deflection is proportional to the product of two currents and the rate of change of mutual inductance. AC operation ആണെങ്കിൽ total deflecting torque over a cycle must be obtained by integrating Ti over one period. Average deflecting torque over one cycle is Td is equal to 1 by T integral 0 to T Ti dt. T എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ഓഫ് വൺ സൈക്കിൾ. അപ്പോൾ ടി ഡി എന്ന് പറഞ്ഞാൽ ടി എം ബൈ ഡി തീറ്റ ഇൻറ്റു 1 by T integral 0 to T I1 I2 dt. I1 equal to im1 sin omega t, I2 equal to im2 sin omega t minus 5. Td എന്ന് പറയുന്നത് അപ്പോൾ I1 I2 cos phi dm by d theta. I1 is RMS വാല്യൂ ആണ്. അപ്പോൾ im by root 2 ആണ്. Tc is equal to k theta, Tc equal to Td വരുമ്പോൾ പിന്നെ തീറ്റ ഒരു കോസ് ഫൈയും കൂടെ എക്സ്ട്രാ വരും. k എന്ന് പറയുന്നൊരു ഫാക്ടർ. Errors ഉണ്ട് ഇതിനും. പ്രഷർ കോയിൽ ഇൻഡക്റ്റൻസ്, പ്രഷർ കോയിൽ കപ്പാസിറ്റൻസ്, എറേഴ്സ് കോസ്ഡ് ബൈ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എഫക്റ്റ്, എഡി കറണ്ട് എറർ, സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ് എറർ, ടെമ്പറേച്ചർ എറർ. പിന്നെ ക്വസ്റ്റ്യൻ 3 ഫേസ് പവർ മെഷർമെൻറ്റ് 3 വാട്ട് മീറ്റർ മെത്തേഡും 2 വാട്ട് മീറ്റർ മെത്തേഡും അതും ഇമ്പോർട്ടൻ്റ് ആണ്. 3 വാട്ട് മീറ്റർ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു 3 സ്റ്റാർ കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഇതിൽ നിന്നും 3 ഇടത്തേക്ക് വാട്ട് മീറ്റർ പോകുന്നു. P is equal to P1 plus P2 plus P3 എന്ന് പറയുന്നു. അതാണ് 2 വാട്ട് മീറ്റർ മെത്തേഡ് എന്ന് പറയുമ്പോൾ 2 വാട്ട് മീറ്റർ ഒരു സ്റ്റാർ കണക്ഷനിൽ നിന്ന് പോകുന്നു. അപ്പോൾ ഫേസ് വോൾട്ടേജസ് എന്ന് പറയുന്നത് സെയിം ആണ്. ലൈൻ വോൾട്ടേജസ് എന്ന് പറയുന്നത് √3 V ആണ്. ഫേസ് കറൻസ് എന്ന് പറയുന്നത് സെയിം ആണ്. ലൈൻ വോൾട്ടേജസ് പറഞ്ഞല്ലോ V ഫേസ് ഈക്വൽ ടു VL by √3 എന്നല്ലേ. പവർ ഫാക്ടർ കോസ് ഫൈ. ഫേസർ ഡയഗ്രാം നമ്മൾ പഠിക്കണം. V1, V12, V13, V2 30 ഡിഗ്രിയുടെ ബാലൻസ്ഡ് സ്റ്റാർ കണക്റ്റഡ് ലോഡിൻ്റെ. അങ്ങനെ പവർ ഫാക്ടർ കോസ് ഫൈ ഈസ് ഈക്വൽ ടു tan inverse √3 cos into tan inverse √3 P1 minus P2 by P1 plus P2. അതിൽ നിന്ന് phi is equal to tan inverse √3 P1 minus P2 by P1 plus P2 എന്ന് വരും. Effect of power factor on reading of wattmeter. യൂണിറ്റി പവർ ഫാക്ടർ വരുമ്പോൾ ഉള്ളത് പവർ ഫാക്ടർ 1/2 ഉള്ളപ്പോൾ പവർ ഫാക്ടർ 0 ആയിട്ടുള്ളത് അതൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ. ഒന്നും വലിയ കാര്യത്തിൽ പഠിക്കാനുള്ള കാര്യമൊന്നുമില്ല. പിന്നെ എൽ പി എഫും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഡയഗ്രമാണ്. കറണ്ട് കോയിലും അതിൻ്റെ കൂട്ടത്തിൽ പ്രഷർ കോയിലും അതിന് റെസിസ്റ്റൻസ് ഇൻ പാരൽ വിത്ത് കപ്പാസിറ്റൻസ് ഒരു ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. കറണ്ട് കോയിൽ പ്രഷർ കോയിലിനെ പറ്റിയൊക്കെ എഴുതാൻ നമുക്ക് ഇപ്പോൾ മുകളിലത്തെ കാര്യം പറഞ്ഞാൽ അത് എഴുതി വെച്ചാലും മതി. Small deflecting torque on the moving system even when current and pressure coils are fully excited. Pressure coil circuit, it is made of low resistance so that the current flowing through it is increased to give an increased operating torque. The pressure coil current in low power factor wattmeter may be as much as 10 times the value used for high power factor meter. Compensation for pressure coil current. This compensation is same as in നേരത്തെ പറഞ്ഞത്. Compensation for inductance of pressure coil. Sin theta by cot phi plus sin phi. ഇതൊന്നും പഠിക്കേണ്ട കേട്ടോ. സിംഗിൾ ഫേസ് എനർജി ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ. ഇതാണ് സിംഗിൾ ഫേസ്. പേര് മാത്രമേ ഉള്ളൂ സിംഗിൾ. നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. കോപ്പർ ഷെയ്ഡിങ് ബാൻഡ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പഠിക്കണം. കറണ്ട് കോയിൽ ഉണ്ട്, പ്രഷർ കോയിലുണ്ട്, AC സപ്ലൈ ഒരിടത്തും അപ്പുറത്തെ ലോഡും, ഡിസ്ക്, സീരീസ് മാഗ്നറ്റ്. ഇത് ചെറുതായിട്ട് നമ്മൾ നേരത്തെ ഇതിനകത്ത് പഠിച്ചായിരുന്നു. ഇതാണ് സിംഗിൾ ഫേസ് എനർജി മീറ്റർ. ഷെയ്ഡിങ് ബോൺസ്,
പ്രഷർ കോയിൽ 50, കറണ്ട് കോയിൽ, അലുമിനിയം ഡിസ്ക്. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോ ത്രൂ ടു suitably located coils produces rotating magnetic field which is cut by metallic disc suspended near to the coil. Thus EMF induced in the disc which is circulated eddy current in it. By interaction of rotating magnetic fields and eddy current, torque is developed and cause disc rotate. Construction. Driving system. It consists of two electromagnets called shunt magnet and series magnet. Series magnet consists of a number of U-shaped lamination of silicon steel together to form a core. A coil of thick wire having a few turns is wounded at both legs of U-shaped magnet. The coil is known as current coil, which is connected series with the load produce the magnetic field proportional and in phase with the line current. Shunt magnet consists of number of M-shaped lamination of silicon steel assembled together to form a core. A coil of thin wire having large number of turns in wound on a central limb of the magnet. This coil is connected across the load. Thus it is excited by current proportional to the supply voltage and it is known as potential coil. Moving system, braking system, recording mechanism, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. തിയറി ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മീറ്റർ ഈ കോതിൽ നിന്ന് നമുക്ക് എഴുതി വെക്കാവുന്നേ. ടോർക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. TD പ്രൊപ്പോർഷണൽ ടു 5 1 5 2 F/Z sin beta cos phi. 5 1 5 2നെ K1 5 1 5 2 F/Z sin beta cos alpha. ഓക്കെ, അങ്ങനെ ഡ്രൈവിംഗ് ടോർക്ക് എന്ന് പറയുന്നത് 5P പ്രൊപ്പോർഷണൽ ടു V ആൻഡ് 5S പ്രൊപ്പോർഷണൽ ടു I. അങ്ങനെ TD equal to K2 VI/Z sin delta minus alpha phi cos phi എന്നാവും. TD equal to K3 VI sin delta minus phi എന്നാവും. If n is the steady speed, braking torque TB equal to K4n. K4n equal to K3 VI sin delta minus phi. N equal to KVI sin delta minus phi. Delta equal to 90 degree. N is equal to KVI sin 90 minus phi equal to KVI cos phi is equal to K into power. Thus in order that speed of rotation is proportional to the power angle, delta should be equal to 90 degree. Hence the flux phi must be made to lag the supply voltage by exactly 90 degree. The total number of revolution integral n dt equal to K integral VI sin delta minus phi dt. If delta equal to 90 degree, total number of revolutions is equal to K integral VI cos phi dt is equal to K integral power dt equal to K into energy. കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് അത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇതാണ് കറണ്ട് ട്രാൻസ്ഫോമേഴ്സ്. മെനി ടേൺസ് ഓഫ് സെക്കൻഡറി അമ്മീറ്റർ ഉണ്ട്. കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ തന്നെ അമ്മീറ്റർ വേണം. IS is equal to N1/N2 into IP. അതാണ് ഇക്വേഷൻ. ഫേസർ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടോ, വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വരയ്ക്കണം. പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ്, ലോഡ് VS, VP സപ്ലൈ, സെക്കൻഡറി വൈൻഡിങ്. N1/N2 equal to V1/V2. V2 equal to V1 into N2/N1. ഫേസർ ഡയഗ്രാം അതിനുമുണ്ട്. ഇതിൻ്റെ ഇക്വേഷൻ പഠിക്കണം. പിന്നെ ഹോൾ എഫക്റ്റ് മൾട്ടിപ്ലയർ കണ്ടോ, AK ഷോണിയുടെ ബുക്ക് 357. ഹോൾ എഫക്റ്റ് മൾട്ടിപ്ലയർ കറണ്ട് കോയിൽ, RS ഹാഫ് പ്രോബ് അയൺ കോർ, ഹോൾ എഫക്റ്റ് എലമെൻറ്റ്, lines of force, magnet, directional magnetic field, constant current flow. P-type semiconductor hall element ഉണ്ട്. hall voltage പടം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി എഴുതാവുന്ന ഫോർമുല VH is equal to RH into I/T into B പഠിക്കണം. Extension of wattmeter using instrument transformers. ഇത്രയാണ് അപ്പോൾ മൊഡ്യൂൾ 2. മൊഡ്യൂൾ 3 എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് പ്രിൻസിപ്പിൾ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് എനർജി മീറ്റർ, പ്രിൻസിപ്പിൾ ആൻഡ് ഓപ്പറേഷൻ ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് വാട്ട് മീറ്റർ, പ്രോബ്ലംസ്, മെത്തേഡ്, ഷെറിംഗ് ബ്രിഡ്ജ്, ഡെറിവേഷൻ, ഫേസർ ഡയഗ്രാം, ലോസ് ഓഫ് ചാർജ് മെത്തേഡ്, കെൽവിൻ ഡബിൾ ബ്രിഡ്ജ്,
മെഷർമെൻറ്റ് ഓഫ് എർത്ത് റെസിസ്റ്റൻസ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എർത്ത് റെസിസ്റ്റൻസ്, ഇതൊക്കെയാണ് മൊഡ്യൂൾ 3. ഒത്തിരി ബ്രിഡ്ജസ് ഉണ്ട്. മെഷർമെൻറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസിന് മാക്സ്വെൽ ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ്, കപ്പാസിറ്റൻസിന് ഷെറിംഗ് ബ്രിഡ്ജ്, ഫ്രീക്വൻസിക്ക് വെയിൻ ബ്രിഡ്ജ്, ക്ലാസിഫിക്കേഷൻ, മെഷർമെൻറ്റ് ഓഫ് ലോ, മീഡിയം, ഹൈ, ഇതൊക്കെയാണ്. സ്പിയർ ഗ്യാപ്പ്, ഇതൊക്കെ പഠിക്കണം. ലോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 ഓമിന് താഴെയുള്ളത് ഇതാക്കാൻ. മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 ഓം 2.1 മെഗാ ഓം. ഹൈ റെസിസ്റ്റൻസ് 0.1 മെഗാ ഓമിനും മേലെ, അതുക്കും മേലെ. റെസിസ്റ്റൻസ് ഓഫ് ആർമേച്ചർ, ഇതൊക്കെയാണ് സംഭവങ്ങൾ. അമ്മീറ്റർ വോൾട്ട് മീറ്റർ മെത്തേഡ് ഉണ്ട്. RM is equal to P by I. R is equal to RM1 minus RI. Epsilon R is equal to വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് അറിഞ്ഞാൽ മാത്രമേ. വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിന് 1 ഓമിന് താഴെയുള്ളത് മെഷർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ കെൽവിൻ ബ്രിഡ്ജ് എടുത്തത്. ഈ ഡയഗ്രാം പഠിക്കണം. PQRS, പിന്നെ വളഞ്ഞാണ് വന്നിരിക്കുന്നത്. ഗാൽവനോമീറ്റർ ഉണ്ട്. വളഞ്ഞു വന്നതിൻ്റെ അകത്ത് MND, R1 R2 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്, R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഉണ്ട്. വോൾട്ട്മീറ്റർ, അമ്മീറ്റർ വോൾട്ട്മീറ്റർ മെത്തേഡിൻ്റെ 2 പടങ്ങൾ. വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് അറിയാവുന്നതാണല്ലോ. P/Q = R/S. അപ്പോൾ ലോവർ മെഷർമെൻറ്റ് ഓഫ് ലോ റെസിസ്റ്റൻസിന് ആ കെൽവിൻ ബ്രിഡ്ജിൻ്റെയാണ്. R1/R2 = P/Q. അതിനകത്ത് നിന്ന് R1/R1 + R2 = P/P+Q എന്ന് വരും. R is equal to P/Q into S. അത് തെറ്റിയല്ലേ? അയ്യോ, അത് വീറ്റ്സ്റ്റൻ്റെ കേട്ടോ. കെൽവിൻ ബ്രിഡ്ജും പൊട്ടൻഷ്യോമീറ്റർ മെത്തേഡുമാണ് ലോ റെസിസ്റ്റൻറ്റും ഉപയോഗിക്കുന്നത്. കെൽവിൻ ബ്രിഡ്ജ് 2 സെറ്റ് ഓഫ് ആംസ് ആണുള്ളത്, PQ, പിന്നെ സ്മോൾ p ആൻഡ് Q. R എന്ന് പറയുന്ന അൺനോൺ റെസിസ്റ്റൻസ് ആണ്. S എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ആണ്. സ്മോൾ r എന്ന് പറയുന്ന ഒരു കോണ്ടാക്ട് റെസിസ്റ്റൻസ് ഉണ്ട്, അൺനോൺ റെസിസ്റ്റൻറ്റിന് അടുക്കിയിരിക്കുന്ന സാധനം. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ്, അതിൻ്റെ എഫക്റ്റ് കളയും. P/Q, റേഷ്യോ ഓഫ് ക്യാപിറ്റൽ P/Q = സ്മോൾ p/Q. അതിൽ നിന്നും EADC = EAMC എന്ന് വരും. Under balance condition, there is no current through the galvanometer, which means voltage drop between points A and B. EADC = voltage drop EAMC. അങ്ങനെ R = P/Q into S. മെഷർമെൻറ്റ് ഓഫ് ഹൈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻസുലേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് കേബിൾസ്, മെഷീൻസ് എക്സെട്ര, റെസിസ്റ്റൻസ് ഓഫ് വാക്യൂം ട്യൂബ്സ്, ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. മെത്തേഡ്സ് ഉണ്ട് അതിന്. ലോസ് ഓഫ് ചാർജ് മെത്തേഡ്, മെഗർ. ഇത് ലോസ് ഓഫ് ചാർജ് മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് R to be measured is connected in parallel with the capacitor, കാണാലോ താഴെ, and an electrostatic voltmeter. The capacitor is charged to some suitable voltage by means of a battery having voltage V and is then allowed to discharge through the resistance. The terminal voltage is observed over a considerable period of time during discharge. P is equal to V exponential minus T/CR. അപ്പോൾ R is equal to 0.4343 T/C log P/V. ഇതാണ് അതിൻ്റെ ഗ്രാഫ്. If resistance R is very large, the time for an appreciable fall in voltage is very large, and thus this process may become time consuming. R is equal to 0.4343 T/C log 10 P/V minus E എന്നാണ്. Loss of charge method, we do not measure the true value of resistance, since we assume here that value of resistance of electrostatic voltmeter and leakage resistance of capacitor has infinite value, but in practice correction must be applied to take into consideration the above two resistance. R dash is equal to 0.4343 T/C log 10 V/V. R dash എന്ന് പറഞ്ഞാൽ R1/R plus R1. Measurement of earth resistance important ആണ്. To protect the various parts of installation, high voltage discharging, ഇതിനൊക്കെയാണിത്. It must be as minimum as possible in order to, ഇതിനൊക്കെയാണ്. 2 methods
എർത്ത് ടെസ്റ്റർ ആൻഡ് ഫോൾ ഓഫ് പൊട്ടൻഷ്യൽ മെത്തേഡ്. ഫോൾ ഓഫ് പൊട്ടൻഷ്യൽ മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ് സംഭവം. ഇ എ ബി എന്ന് പറഞ്ഞ മൂന്ന് ഇലക്ട്രോഡ്സ് ഉണ്ട്. ഇ എന്ന് പറഞ്ഞ എർത്ത് ഇലക്ട്രോഡ്, എ ബി ആർ ഓക്സിലറി ഇലക്ട്രോഡ്സ്. A current is passed through earth electrode. Auxiliary electrode is inserted in earth at a distance away from earth electrode. Between E and B, a second auxiliary electrode A is inserted in earth. The potential difference P between A and E is measured for a given current I. The line of the first electrode current diverges for that second electrode current converges. As a result, the density is much greater in the vicinity of electrode than at a distance from them. The potential distribution between the electrode is shown. It is clear from the curve that the potential rises in the proximity of electrodes E and B are constant. Resistance R is equal to V by I. Earth resistance equation ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ് ഇ ആൻഡ് ഇ. ഇതാണ് അതിൻ്റെ ഗ്രാഫ്. എർത്ത് ടെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഡ്രൈവൻ ജനറേറ്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. റൊട്ടേഷണൽ കറണ്ട് റിവേഴ്സർ റെക്ടിഫയർ ആണ്. 2 പാർട്സ്. കറണ്ട് റിവേഴ്സർ ആൻഡ് റെക്ടിഫയർ ആർ മൗണ്ടഡ് ഓൺ ദ ഷാഫ്റ്റ് ഓഫ് DC ജനറേറ്റർ. ദ ടെസ്റ്ററിന് 2 കമ്മ്യൂട്ടേഴ്സ് ഉണ്ട്, കറണ്ട് റിവേഴ്സറും റെക്ടിഫയറും കൂടാതെ. കമ്മ്യൂട്ടറിന് ഓരോ കമ്മ്യൂട്ടേറ്ററിനും 4 ഫിക്സഡ് ബ്രഷസ് ഉണ്ട്. കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത് ഫോർ കൺവേർട്ടിംഗ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറണ്ട്. എർത്ത് ടെസ്റ്റർ എന്ന് പറയുന്നത് 2 പ്രഷർ കോയിലും 2 കറണ്ട് കോയിലും ഉണ്ട്. 2 pressures and 1 current coil. Each coil has 2 terminals. The pair of pressure coil and current coil are placed across the permanent magnet. അങ്ങനെയുള്ളൊരു അതിപ്പോൾ പറഞ്ഞതെല്ലാം വരച്ചിട്ടുള്ളൊരു ഡയഗ്രാമാണ് ഇരിക്കുന്നത്. കറണ്ട് റിവേഴ്സർ, DC ജനറേറ്റർ, റെക്ടിഫയർ എല്ലാം ഉണ്ട്. ഈ എ ബി ഇലക്ട്രോഡ്സ് എല്ലാം ഉണ്ട്. അങ്ങനെ മെഷർമെൻറ്റ് ഓഫ് ഇൻഡക്റ്റൻസ്, മാക്സ്വെൽ ഇൻഡക്റ്റൻസ് ബ്രിഡ്ജാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഡയഗ്രമാണിത്. ഇതൊക്കെ പഠിക്കണം, ജസ്റ്റൊക്കെ ഒന്ന് പഠിക്കണം. L1 is equal to R3 by R4 into L2. Z1 Z4 equals Z2 Z3. മെഷർമെൻറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഷെയറിംഗ് ബ്രിഡ്ജാണ് ഉപയോഗിക്കുന്നത്. അത് ഇപ്പോൾ ഒരു പ്രാവശ്യം ഇതിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിടപ്പുണ്ട്, അപ്പോൾ അതൊന്നുകൂടെ ഊന്നി പഠിക്കുക. Z1 by Z1 Z4 equals Z2 Z3. R1 equal to R3 C4 by C2. C1 equal to C2 into R4 by R3. പിന്നെ മെഷർമെൻറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ഷെയറിംഗ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഇക്വേഷൻസ് ആർ ഫ്രീ ഫ്രം ഫ്രീക്വൻസി. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ബ്രിഡ്ജ് ഇസ് ലെസ് കോസ്റ്റ്. മറ്റ് ബ്രിഡ്ജിനേക്കാളും ഭയങ്കര പൈസ കുറവാണ്. മെഷർമെൻറ്റ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വെയിൻ ബ്രിഡ്ജാണ് ഉപയോഗിക്കുന്നത്. അതായത് 100 Hz to 100 kHz വരെ അൺനോൺ ഫ്രീക്വൻസീസ് നമുക്ക് മെഷർ ചെയ്യാം. വെയിൻ ബ്രിഡ്ജിൽ R1 ബാലൻസ് കണ്ടീഷനിൽ R1 by 1 plus j omega C1 R1 into R4 equal to R2 minus j by omega C2 into R3. അതാണ്. F is equal to അപ്പോൾ 1 by 2 pi into root of C1 C2 R1 R2 എന്നുള്ളതാണ് equation. Most of the bridges components are chosen that R1 equal to R2 equal to R, C1 equal to C2 equal to C, F is equal to 1 by 2 pi RC. Calibration of voltmeter and ammeter and wattmeter using potentiometer. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതാണ്, ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റെബിലൈസ്ഡ് DC സപ്ലൈ, വോൾട്ടേജ് റേഷ്യോ ബോക്സ് വെച്ചിട്ടുള്ളതാണ്. കാലിബ്രേഷൻ ഓഫ് വോൾട്ട് മീറ്റർ വിത്ത് പൊട്ടൻഷ്യോമീറ്റർ. നേരത്തെ അമ്മീറ്റർ വിത്ത് പൊട്ടൻഷ്യോമീറ്റർ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇനി ഒന്നുകൂടെ പറയുന്നില്ല. കാലിബ്രേഷൻ ഓഫ് വാട്ട് മീറ്റർ ആണിത്. ഹൈ വോൾട്ടേജ് ആൻഡ് ഹൈ കറണ്ട് DC മെഷർമെൻറ്റ്. Electrostatic voltmeter F is equal to half epsilon 0 V square into A by S square. Electrostatic voltmeter ന്റെ ഫോഴ്സ്. പിന്നെ പഠിക്കാനുള്ളത് സ്പിയർ ഗ്യാപ്പ്. സ്പിയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 2 ഈക്വൽ സൈസ്ഡ് പോളിഷ്ഡ് അലുമിനിയം സ്പിയേഴ്സ് ആണ് സെപ്പറേറ്റഡ് ബൈ ആൻ എയർ ഗ്യാപ്പ്. അതാണ് സ്പിയർ ഗ്യാപ്പ്. അറേഞ്ച് ചെയ്യുന്നേക്കുന്നത് വെർട്ടിക്കലി വിത്ത് ലോവർ സ്പിയർ ഗ്രൗണ്ടഡ്, ഹൊറിസോണ്ടലി വിത്ത് ബോത്ത് സ്പിയർ കണക്റ്റഡ് ടു ദ സോഴ്സ് വോൾട്ടേജ്.
Voltage to be measured is applied between two spheres, and the distance or spacing s between them gives a measure of spark or voltage. A series resistance is usually connected between the source and the sphere gap to limit the breakdown current. DC Hall effect sensors. Principle എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ഇൻ ഹൈ DC current. DC ആണ്, direct current ആണ്. If an electric current flows through a metal plate located in a magnetic field perpendicular to it, Lorentz forces will deflect the electrons in a metal magnetic field. The charge displacement generates an EMF in the normal direction called Hall voltage. KH ആണ് Hall voltage. Hall voltage in the constant. Hall coefficient ആണിത് R is equal to BI/D. ഇതാണ് Hall effect sensorsൻ്റെ ഡയഗ്രാം. അപ്പോൾ ഇത്രയാണ് മൊഡ്യൂൾ 3. അപ്പോൾ അടുത്തത് MIയുടെ മൊഡ്യൂൾ 4 ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് പെർമിബിലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ടെമ്പറേച്ചർ മെഷർമെൻറ്റ് യൂസിങ് തെർമിസ്റ്റർ, temperature measurement using RTD and thermistor, working of flux meter, Lloyd-Fisher square ആണ് main important. Measurement of iron losses in a magnetic material employing Lloyd-Fisher square using wattmeter method. ഇത്രയാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് വിടുവാണ്. Measurement of flux and flux density. Q is equal to IT equal to N2 phi by R. Q is equal to KQ Q theta 1. BH curve important ആണ്. The two methods ആണ് മെത്തേഡ് ഓഫ് റിവേഴ്സലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡും. മെത്തേഡ് ഓഫ് റിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിംഗ് ഷേപ്ഡ് സ്പെസിഫിൻ ഉണ്ട്, അതാണ് ഉപയോഗിക്കുന്നത്. ഡിമാഗ്നറ്റൈസ് ചെയ്ത് കഴിയുമ്പോൾ the test started by setting the magnetizing current to its lowest test value with the galvanometer key K closed. The iron specimen is brought into the reproducible cyclic magnetic state by throwing the reversing switch as backward and forward about 20 times. അങ്ങനെ പോകുന്ന ഒരു പരിപാടിയാണ് BH കർവിൻ്റെ മെത്തേഡ് ഓഫ് റിവേഴ്സൽ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇതാണ് പിക്ചർ. Magnetizing winding is supplied through a potential divider having a large number of tapping. The tapping switch S2 is set on the tapping 1 and switch S1 is closed. Throw of the galvanometer corresponding to this increase in flux density in some specified form 0 to some value B1 is observed. Hysteresis loop. അതിന് രണ്ടൊരു മെത്തേഡ്, ആ സെയിം തന്നെ മെത്തേഡ്സ്. നമ്മുടെ BH കർവ്, iron losses, hysteresis loss and eddy current loss. pH equal to KH into F into BMK. P equal to KE F square KF square BM square. PI is equal to PH plus PE. Separation of iron losses. Variation of frequency. PI equal to K1 up plus K2 F square. K1 equal to KH into BMK. K2 equal to KE KF square BM square. P by F equal to K1 plus K2F. Measurement of measuring iron loss. Wattmeter method, bridge method, potentiometer. അതൊന്നും നമുക്ക് പഠിക്കാനില്ല. വാട്ട്മീറ്റർ മെത്തേഡിനകത്തുള്ള ലോയിഡ് ഫിഷർ സ്ക്വയർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ലോയിഡ് ഫിഷർ സ്ക്വയർ ആണ് മാഗ്നറ്റിക് മോസ്റ്റ് കോമൺലി യൂസ്ഡ് മാഗ്നറ്റിക് സ്ക്വയർ ആണ്. സ്ട്രിപ്പിന് 0.25 മീറ്റർ ലോങ് ആണ്, 50 to 60 mm wide ആണ്. Strips are built into 4 stacks and assembled to form a complete magnetic circuit with the help of bent corner piece and clamps. The bundles of strips are placed inside 4 similar magnetizing coils of heavy wire connected in series to form primary winding. Each magnetizing coil has 2 similar single-layer coils underneath it. They are called secondary coils. Thus, in a magnetic coil, there are 8 secondary coils under. The 8 secondary coils are connected in series in group of 4, one from each core to form 2 separate secondary winding. Test setup. ടെസ്റ്റ് സെറ്റപ്പ് ആണ് ഇത്.
ഇത് പഠിക്കണം. E is equal to അപ്പോൾ 4 kf into b dash max as f n2 volts. Kf is the form factor, b dash max equal max flux density, f equals supply frequency, n2 equal number of turns of secondary winding S2, bm equal b dash max minus mu 0 hm into AC as minus 1. E is equal to Ip into Rp plus Rs. Total copper loss in Rp and Rs is equal to E square by Rp plus Rs. P equal to Ic into V. അങ്ങനെ Pi equal to P into 1 plus Rs by Rp minus E square by Rp plus Rs. അങ്ങനെ കിട്ടും. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സ് ഇതൊക്കെ അടുത്ത ചാപ്റ്ററിൻ്റെയാണ്. Temperature transducers RTD. The resistance of a conductor changes when its temperature is changed. ഈ ഒരു ഡയഗ്രാം പഠിക്കുക. Property change in the resistance of the material per unit change in the temperature should be as large as possible. The resistance of the material should have a continuous and stable relationship with the temperature. RT is equal to R reference to 1 plus alpha delta T. In RTD device, copper, nickel, platinum are widely used metals. The three metals are having different resistance variations with respect to the temperature variation, that is called resistant temperature characteristics. Thermistor is defined as the type of resistor whose electrical resistance varies with the change in the temperature. In some cases, the resistance of temperature at room temperature may decrease as much as 5% for each 1 degree Celsius rise in temperature. This high sensitivity to temperature change make thermistor extremely useful for precision temperature measurement, control and compensation. Thermistors are widely used in such applications, especially in the temperature range of minus 60 degree to plus 50 degrees Celsius. Thermistors are composed of sintered mixtures of metallic oxides. They are available in variety of sizes. Bead ആയിട്ടുണ്ട്, probe ആയിട്ട്, disc ആയിട്ട്, rod ആയിട്ട് ഒക്കെയുണ്ട്. 2 ടൈപ്പ് തെർമിസ്റ്റേഴ്സ് ഉണ്ട്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റും PTC. NTC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസസ് വെൻ റെസിസ്റ്റർ ഡിക്രീസസ്, ടെമ്പറേച്ചർ ഡിക്രീസസ് വെൻ റെസിസ്റ്റൻസ് ഇൻക്രീസസ്. അതാണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് തെർമിസ്റ്റർ. RT equal to R0 e raised to beta into 1/T minus 1/T0. ഇതാണ് അതിൻ്റെ റെസിസ്റ്റൻസ് വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ്. Thermocouple consists of 2 wires of different metals which are welded together at the ends. ഇപ്പോൾ സീബെക്ക് എഫക്റ്റ് ഉണ്ട്, നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. തെർമോകപ്പിളിൻ്റെ ഇക്വേഷൻ ഇതാണ്. മൊഡ്യൂൾ 4. മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ മൊഡ്യൂൾ 5 എന്ന് പറയുന്നതിനകത്ത് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. ട്രാൻസ്ഡ്യൂസേഴ്സ് ഡെഫിനേഷൻ, ക്ലാസിഫിക്കേഷൻ, LVDT അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്ട്രെയിൻ ഗോജ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. PMU, വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റംസ്, ഇതൊക്കെ. The device which converts one form of energy into another is known as transducers. The process of conversion is known as transduction. പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസിങ് എലമെൻറ്റ്, ട്രാൻസ്ഡക്ഷൻ എലമെൻറ്റ്സ്, ഇതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. By transduction used as a primary and secondary transducers, passive and active, analog, digital, transducer, inverse. പിന്നെ അത് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് LVDT ആണ്, ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ. ഇതിൻ്റെ ഡയഗ്രാം നമ്മൾ പഠിക്കണം. സെക്കൻഡറി 1, സെക്കൻഡറി 2, പ്രൈമറി, മൂവബിൾ കോർ, ഫോം, AC സോഴ്സ്, സീരീസ് അപ്പോസിഷൻ. വേറൊരു V0 is equal to V1 minus V2. ഇതാണ് ഇക്വേഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഫ്ലോ മീറ്റർ, അതൊരു പൈപ്പ് പോലെയാണ്. പൈപ്പ് ക്യാരിയിങ് കണ്ടക്റ്റീവ് ഫ്ലൂയിഡ് ഫ്ലോ നടക്കുന്നത്. 2 ഇലക്ട്രോമാഗ്നറ്റ്, നോർത്ത് പോളും സൗത്ത് പോളും. E is equal to BLV എന്ന് വരും. BL ഉം VU എന്നാണ് നമുക്കറിയാമല്ലോ.
വോളിയം ഫ്ലോ റേറ്റ് ക്യൂ എന്നാണ് പറയുന്നത്. ക്യൂ ഈക്വൽ ടു പൈ ഡി സ്ക്വയർ ബൈ 4 r/2 എന്നിട്ടാൽ പോരാന്ന്. പൈ ആർ സ്ക്വയർ ബൈ 2 എന്നിട്ടാലും മതി. V is equal to E by BI. Q is equal to K E എന്ന് വരും. K എന്ന് പറയുന്നത് മീറ്റർ കോൺസ്റ്റൻറ്റ്. വോളിയം ഫ്ലോ റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻഡ്യൂസ്ഡ് EMF. അൾട്രാസോണിക് ഫ്ലോ മീറ്ററിൻ്റെ ഡയഗ്രാം. ഡെൽറ്റ T1 ഈക്വൽ ടു D by C plus P. ഡെൽറ്റ T എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ T ആയിരിക്കും. D by C minus V. Delta phi 1, delta phi 2. 2 pi f D by C plus V and 2 delta phi 1. Delta phi 2, 2 pi f D by C minus V. T and R are respectively transmitting and receiving crystals. Oscillating provides a sinusoidal signal of about 100 kHz to crystal T, whereas crystal R acts as a receiver. Delta T equal delta T2 minus T1. 2 dV by C square minus V square. Delta T is approximately 2 dV by C square. Delta F difference in the frequency എന്ന് പറഞ്ഞാൽ delta F equal to Fi minus Fb equal to V cos theta by D. Piezoelectric transducers, the device that uses on the piezoelectric effect important ആണ്. When we squeeze this piezoelectric material or apply any force or pressure, the transducer converts the energy into voltage. This voltage is a function of the force or pressure applied to it. A piezoelectric transducer based on the principle of piezoelectric effect. എന്ന് പറഞ്ഞാൽ ആ വേർഡ് piezoelectric എന്ന് പറയുന്നത് ഗ്രീക്ക് വേർഡാണ് പീസൺ, വിച്ച് മീൻസ് സ്ക്യൂസ് ഓർ പ്രസ്. കൂടുതലും ക്വാർട്സ് മെറ്റീരിയലാണ്. ഹയർ ദ സ്ട്രെസ്, ഹയർ ദ വോൾട്ടേജ്. The effect, this piezoelectric material is one in which an electrical potential appears across certain forces of a crystal. If dimensions of the crystal are changed by the application of mechanical force, this potential is produced by displacement of charges. The effect is reversible, that is, conversely, if a varying potential is applied to the proper axis of the crystal, it will change the dimension of crystal, thereby deforming it. This effect is known as piezoelectric effect. E equal to Q by Cp. മെറ്റീരിയൽ SiO2 നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ചാർജ് Q is equal to dF. E0 is equal to Q by Cp. Cp എന്ന് പറഞ്ഞാൽ എപ്സിലോൺ A by T. A എന്ന് പറയുന്ന ഏരിയ, T thickness. E0 equal to Q by Cp. Fi equal to P. E0 is equal to GPT. Modes of operations. Piezoelectric effect is direction sensitive. Tensile force produces a voltage of one polarity, while a compressive force produces a voltage of opposite polarity. Piezoelectric effect can be made to respond to mechanical deformation of material in many different modes. Modes are thickness expansion, transverse expansion, thickness shear, and phase shear. Mode of motion affected depends on the shape of the body relative to the crystal axis and location of the electrodes. Strain gauge ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. Transducers is used to measure the strain on an object. That is strain gauge. Equations ഒന്നുമില്ല, ഒരു പിക്ചർ ഉണ്ട്. Metal wire, polyimide film, compressive strain, tensile strain. Okay. Equation ഉണ്ട്. Types ഒന്നും പഠിക്കണ്ട. Load cells, CRO ഇതൊക്കെ നമ്മൾ പഠിക്കണം. CRO ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഈ ഡയഗ്രാം, കാഥോഡ് റേ ട്യൂബ്, ലിസാജസ് പാറ്റേൺ, ഇതൊക്കെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അല്ല അനലോഗ് ഇലക്ട്രോണിക്സ് കാണുന്നതാണ്. DSO, ഇതൊക്കെ പരിചയമുള്ളതായിരിക്കുമല്ലോ. വെർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിക്കണം. You see the use of customizable software and a modular measurement hardware to create user-defined measurement systems called virtual instruments. Virtual instruments combines mainstream commercial technologies such as C with flexible software and a wide variety of measurements and a control hardware, so engineers and scientists can create user-defined systems. Components, driver software, cost-effective hardware,
പവർ യൂസർ ഫ്രണ്ട്ലി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടർ ഓർ വർക്ക് സ്റ്റേഷൻ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഈ ക്വസ്റ്റ്യനാണ് ഇമ്പോർട്ടൻറ്റ്. വൈ ഈസ് വെർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ നെസസറി? It delivers instrumentation with the rapid adaptability required for today's concept, product, process, design, development, delivery. Only with the virtual instrumentation can engineers and scientists create the user-defined instruments required to keep up with the world demands. പിന്നെ അഡ്വാൻറ്റേജസ്, ഫ്ലെക്സിബിലിറ്റി, സ്റ്റോറേജ്, ഡിസ്പ്ലേ, കോസ്റ്റ്, ഇതൊക്കെ. ലെയേഴ്സ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ടെസ്റ്റ് ആൻഡ് ഡാറ്റ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ, മെഷർമെൻറ്റ് ആൻഡ് കൺട്രോൾ സർവീസ്, ഇതൊക്കെയാണ്. അപ്പോൾ മോഡ്യൂൾ 5 തീർന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് താഴെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.